ഹലോ എവ്രിവൺ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് സെക്കൻഡ് പാർട്ടാണ്. പ്ലാൻ കിങ്ഡം എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നെടുത്ത അസേഷൻ റീസൺ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓൾറെഡി 7 ക്വസ്റ്റ്യൻസ് നമ്മൾ കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ഇന്ന് നമ്മൾ എട്ടാമത്തെ ക്വസ്റ്റ്യൻ മുതലാണ് ചെയ്തു തുടങ്ങുക. ഞാൻ ആദ്യം ജസ്റ്റ് ഓപ്ഷൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഫസ്റ്റ് സ്ക്രീൻ കാണിക്കുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടെല്ലാം ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. സോ എനിക്കൊരു ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് വരുന്നത്. ഓക്കെ, സോ ഓൾ ദി വെരി ബെസ്റ്റ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? അസേഷൻ ബോത്ത് അസേഷൻ ആൻഡ് റീസൺ ആർ ട്രൂ ആൻഡ് റീസൺ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഫോർ അസേഷൻ. സെക്കൻഡ് എന്ന് പറയുന്നത് ബോത്ത് അസേഷൻ ആൻഡ് റീസൺ ആർ ട്രൂ ബട്ട് റീസൺ ഈസ് നോട്ട് കറക്റ്റ് എക്സ്പ്ലനേഷൻ ഫോർ അസേഷൻ. ഓപ്ഷൻ 3 എന്ന് പറയുന്നത് എന്താണ്? അസേഷൻ ഈസ് ട്രൂ ബട്ട് റീസൺ ഈസ് റോങ്. ഓപ്ഷൻ 4 എന്താണ്? അസേഷൻ ആൻഡ് റീസൺ ബോത്ത് ആർ റോങ്. ഓക്കെ, സോ നോർമൽ ഓപ്ഷൻസ് എന്താണോ അതാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. പക്ഷെ നിങ്ങൾ ഓർക്കണം, ചില നീറ്റ് എക്സാമിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓപ്ഷൻസ് വരാറുണ്ട്. സോ നിങ്ങൾ കുറച്ച് കെയർഫുൾ ആവണം. ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന എല്ലാ ക്വസ്റ്റ്യൻ്റെയും ആൻസർ എന്ന് പറയുന്നത് ഈ തരത്തിലായിരിക്കും. ഓക്കെ, സോ നിങ്ങൾ ഓൾറെഡി പാർട്ട് 1 കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഏകദേശം ഒരു 6 ദിവസം മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ നമുക്ക് എട്ടാമത്തെ ക്വസ്റ്റ്യൻ മുതൽ നമുക്ക് എടുത്തു തുടങ്ങാം. ഓക്കെ, സോ 8th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അസേഷൻ ആൻഡ് റീസൺസ് കൊടുത്തിട്ടുണ്ട്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നിങ്ങളൊന്ന് പോസ് ചെയ്തിട്ട് നിങ്ങളൊന്ന് ആൻസർ ചെയ്യുക. ഓക്കെ, എന്നിട്ട് നിങ്ങൾ സൊല്യൂഷൻ നോക്കുക. ഓക്കെ, എന്നിട്ട് കറക്റ്റ് ആണോ റോങ് ആണോ എന്തെന്നുള്ളത് നോക്കുക. ഇനി എന്തെങ്കിലും ഡൗട്ട് ഫർദർ ആയിട്ട് നിങ്ങൾക്ക് വരാൻ നിങ്ങളൊന്ന് കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്താൽ മതി. അപ്പം നിങ്ങൾക്ക് നമ്മുടെ ഗ്രൂപ്പിലെല്ലാം ജോയിൻ ചെയ്യാം. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ അസേഷൻ എന്ന് പറയുന്നത് എന്താണ്? സ്പ്രെഡ് ഓഫ് ലിവിങ് ടെറിഡോഫൈറ്റ് ഈസ് ലിമിറ്റഡ് ആൻഡ് റെസ്ട്രിക്റ്റഡ് ടു നാരോ ജിയോഗ്രഫിക്കൽ റീജിയൻസ്. റീസൺ എന്താണ്? Prothallus require cool, damp, shady places to grow and the need for water for fertilization. Okay, so ഇതിൻ്റെ ആൻസർ എന്തായിരിക്കും? അസേഷൻ എന്ന് പറയുന്നത് എന്താണ്? ട്രൂ ആണ്. സ്പ്രെഡ് ഓഫ് ലിവിങ് ടെറിഡോഫൈറ്റ് ഈസ് ലിമിറ്റഡ് ആൻഡ് റെസ്ട്രിക്റ്റഡ് ടു നാരോ ജിയോഗ്രഫിക്കൽ റീജിയൻ. അത് ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്, ശരിയാണല്ലോ. ദെൻ റീസൺ Prothallus require cool, damp, shady places to grow and the need for water for fertilization. അതും ശരിയാണ്. നിങ്ങൾക്കറിയാം പ്രോത്താലസ് എവിടെ കാണുന്നത്? ടെറിഡോഫൈറ്റ്സിലാണ്. ഇനി ആൻസർ എ ആയിരിക്കോ ബി ആയിരിക്കോ? സോ ആൻസർ എന്തായിരിക്കും? എ ആയിരിക്കും. സ്പ്രെഡ് ഓഫ് ലിവിങ് ടെറിഡോഫൈറ്റ്സ് ലിമിറ്റഡ് ആകാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ പ്രോത്താലസിന് ഈ റിക്വയർമെന്റ്സ് ആവശ്യമുണ്ട്. അവർക്ക് കൂൾ, ഡാം, ഷെയ്ഡി പ്ലേസസ് വേണം. അതുപോലെ റീപ്രൊഡക്ഷൻ, ഫെർട്ടിലൈസേഷന് വേണ്ടി വാട്ടർ റിക്വയർഡ് ആണ്. ഇതുകൊണ്ടൊക്കെയാണ് ടെറിഡോഫൈറ്റ്സിന്റെ സ്പ്രെഡിങ് ലിമിറ്റഡ് ആയിപ്പോയത്. സോ ഇത് കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണ്, റീസൺ ആണ്. സോ ബോത്ത് അസേഷൻ ആൻഡ് റീസൺ ആർ ട്രൂ ആൻഡ് റീസൺ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഫോർ അസേഷൻ. സോ ആൻസർ വിൽ ബി ഓപ്ഷൻ എ ഓർ ഓപ്ഷൻ 1. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ എടുക്കാം. അസേഷൻ എന്ന് പറയുന്നത് എന്താണ്? ജനേറ ലൈക്ക് സെലാജിലല്ല ആൻഡ് സാൽവീനിയ ആർ ഹെറ്ററോസ്പോറസ്. റീസൺ it produces 2 kinds of spores, macro and micro or large and small. നിങ്ങൾ പറയൂ ആൻസർ എന്തായിരിക്കും? നിങ്ങളൊന്ന് പോസ് ചെയ്തിട്ട് നിങ്ങളൊന്ന് ആൻസർ ചിന്തിച്ചു നോക്കും. ഓക്കെ, സോ ഞാൻ എടുക്കാം. അസേഷൻ എന്ന് പറയുന്നത് ജനറ ലൈക്ക് സെലാജിനല്ല ആൻഡ് സാൽവീനിയ ആർ ഹെറ്ററോസ്പോറസ്. ട്രൂ ആണല്ലോ. സെലാജിനല്ലയും സാൽവീനിയും ഹെറ്ററോസ്പോറസ് ആണ്. ഇനി റീസൺ എന്താണ്? ഇറ്റ് പ്രൊഡ്യൂസ് 2 kinds of spores, macro and micro. അതും ശരിയാണല്ലോ. ഇനി ആൻസർ എ ആയിരിക്കും ബി ആയിരിക്കും? ഒരു ഡൗട്ടും ഇല്ല. ആൻസർ എന്തായിരിക്കും? എ ആയിരിക്കും. കാരണം സെലാജിനല്ലയും സാൽവിനെയും ഹെറ്ററോസ്പോറസ് ആണ്. കാരണം എന്തുകൊണ്ട് അവർ ഹെറ്ററോസ്പോറസ്? കാരണം അവർ 2 തരത്തിലുള്ള സ്പോർ പ്രൊഡ്യൂസ് ചെയ്യും. മാക്രോസ്പോറും മൈക്രോസ്പോറും പ്രൊഡ്യൂസ് ചെയ്യും. അതുകൊണ്ടാണ് അവരെ എന്ത് വിളിക്കുന്നത്? ഹെറ്ററോസ്പോറസ് എന്ന് വിളിക്കുന്നത്. സോ ആൻസർ എന്തായിരിക്കും? ഓപ്ഷൻ എ ആയിരിക്കും. ഓക്കെ, സോ ഇവർ ഒരേ ടൈപ്പുള്ള സ്പോർട്സ് ആണ് ഒരേ ടൈപ്പുള്ള സ്പോർട്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നെങ്കിൽ അവർ വിളിക്കുന്ന പേരെന്താ? ഹോമോസ്പോറസ് എന്നാണ്. ശരിയല്ലേ? ഓക്കെ, സോ ഇവിടെ ആൻസർ എന്തായിരിക്കും? ഓപ്ഷൻ എ ആയിരിക്കും. ഇനി നമുക്ക് 10th ക്വസ്റ്റ്യൻ എടുക്കാം. അസേഷൻ എന്ന് പറയുന്നത് സം മെമ്പേഴ്സ് ഓഫ് ടെറിഡോഫൈറ്റ്സ് ആർ കൺസിഡേർഡ് പ്രിക്കേഴ്സർ ടു സീഡ് ഹാബിറ്റ്. റീസൺ ദി ഡെവലപ്മെന്റ് ഓഫ് സൈഗോട്സ് ഇൻ ടു യങ് എംബ്രിയോ ടേക്സ് പ്ലേസ് ഔട്ട്സൈഡ് ഫീമെയിൽ ഗെമറ്റോഫൈറ്റ്. എന്തായിരിക്കും ആൻസർ? നിങ്ങളൊന്ന് നോക്കൂ. ഓക്കെ, ഞാൻ ആൻസർ എടുക്കാം. അസേഷൻ എന്ന് പറയുന്നത് സം മെമ്പേഴ്സ് ഓഫ് ടെറിഡോഫൈറ്റ്സ് ആർ കൺസിഡേർഡ് ആൻഡ് പ്രിക്കേഴ്സർ ടു ദ സീഡ് ഹാബിറ്റ്. ട്രൂ ആണല്ലോ. റീസൺ എന്താണ്? ദ ഡെവലപ്മെന്റ് ഓഫ് സൈഗോട്സ് ഇൻ ടു യങ് എംബ്രിയോ ടേക്സ് പ്ലേസ് ഔട്ട്സൈഡ് ദ ഫീമെയിൽ ഗെമറ്റോഫൈറ്റ്. അത് തെറ്റാണ്. ഇതെന്തായിരിക്കും? ഇൻസൈഡ് ആണ്.
സോ ഇത് റോങ് ആണ്. ആൻസർ എന്തായിരിക്കും? ഓപ്ഷൻ സി ആയിരിക്കും. ഓക്കെ ആണോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ എടുക്കാം. അസേർഷൻ എന്ന് പറയുന്നത് the leaves in gymnosperms are well adapted to withstand extremes of temperature, humidity and wind. Reason എന്താ? In conifers, the needle-like leaves reduce the surface area. Their thick cuticle and sunken stomata also help to reduce water loss. ആൻസർ എന്തായിരിക്കും? നിങ്ങളൊന്ന് പോസ് ചെയ്തിട്ട് പറയും. അപ്പം ഞാൻ എടുക്കാം. ഇതിൽ കൊടുത്ത അസേർഷൻ എന്ന് പറയുന്നത് എന്താണ്? ട്രൂ ആണ്. നമുക്കറിയാം ജിംനോസ്പെർം അവർക്ക് വെൽ അഡാപ്റ്റഡ് ആണ്. അവർ വെൽ അഡാപ്റ്റഡ് ആണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് നിങ്ങളുടെ NCERT-ൽ എപ്പോഴും ക്വസ്റ്റ്യൻസ് വരുന്ന ഏരിയ ആണ്. ഓക്കെ, ദെൻ റീസൺ എന്താണ്? ഇതുകൊണ്ട് നോക്കൂ, അവർക്ക് നീഡിൽ ലൈക്ക് ലീവ്സ് ഉണ്ട്, തിക്ക് ക്യൂട്ടിക്കിൾ ഉണ്ട്, സങ്കൺ സ്റ്റൊമാറ്റ ഉണ്ട്. ഇതൊക്കെ വാട്ടർ ലോസ് കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ജിംനോസ്പെർംസ് വെൽ അഡാപ്റ്റഡ് ആയിട്ടുള്ളത്. സോ ആൻസർ എന്തായിരിക്കും? ഓപ്ഷൻ എ ആയിരിക്കും. both assertion and reason are true and reason is the correct explanation for assertion, right? So answer A ആയിരിക്കും. ഇനി നമുക്ക് 12th question എടുക്കാം. Assertion എന്ന് പറയുന്നത് in Pinus male or female cones or strobili may be born on the same tree. Reason in Cycas male cones and megasporophylls are born on different trees. നിങ്ങളൊന്ന് പോസ് ചെയ്ത് നോക്കൂ. ആൻസർ എന്തായിരിക്കും? ഞാൻ ആൻസർ എടുക്കാം. ഇവിടെ പൈനസിനെ കുറിച്ച് പറഞ്ഞത് എന്താണ്? ട്രൂ ആണ്. കാരണം പൈനസ് എന്ന് പറയുന്നത് എന്താണ്? മൊണീഷ്യസ് ആണല്ലോ. അവർക്ക് ബോത്ത് മെയിൽ ആൻഡ് ഫീമെയിൽ കോൺസ് അവരുടെ ബോഡിയിൽ പ്രസന്റ് ആണ്. ദെൻ സൈക്കസ് എന്താണ്? സൈക്കസ് ഇതും ട്രൂ ആണ്. കാരണം സൈക്കസ് ഡൈഷ്യസ് ആണ്. മെയിൽ കോണും അതുപോലെ ഫീമെയിൽ കോൺ അഥവാ മെഗാസ്പോറോഫിൽസും ഡിഫറെൻറ്റ് ട്രീയിലായിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുക. സോ അവരെന്താണ്? ഡൈഷ്യസ് ആണ്. സോ രണ്ടും കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റാണ്, പക്ഷെ അവർ തമ്മിലൊരു ബന്ധമില്ല. ഓക്കെ, സോ ആൻസർ എന്തായിരിക്കും? ബി ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എടുക്കാം. 13th one. അസേർഷൻ എന്ന് പറയുന്നത് ഇൻ ആൻജിയോസ്പെർം ഈച്ച് സെൽ ഓഫ് ദ എംബ്രിയോ സാക്ക് ഈസ് ഹാപ്ലോയിഡ്. റീസൺ ഇൻ ആൻജിയോസ്പെർംസ് എംബ്രിയോ സാക്ക് ഫോർമേഷൻ ഈസ് പ്രിസീഡഡ് ബൈ മിയോസിസ്. എന്തായിരിക്കും ആൻസർ? നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ, എന്നിട്ട് ആൻസർ പറയൂ. ഓക്കെ, ഞാൻ ആൻസർ എടുക്കാം. അസേർഷൻ എന്ന് പറയുന്നത് എന്താ? ആൻജിയോസ്പെർമിലെ എംബ്രിയോ സാക്കിലെ ഓരോ സെല്ലും ഹാപ്ലോയിഡ് ആണ്. അത് ട്രൂ ആണല്ലോ. നിങ്ങൾ സെക്കൻഡറി ന്യൂക്ലിയസിനെ നിങ്ങൾ ലീവ് ചെയ്യൂ. സെക്കൻഡറി ന്യൂക്ലിയസ് ഡിപ്ലോയിഡ് ആണെന്ന് നമുക്കറിയാം, പക്ഷെ അവർ പോളാർ ന്യൂക്ലിയൈ രണ്ടെണ്ണം ഫ്യൂസ് ചെയ്തിട്ടല്ലേ സെക്കൻഡറി ന്യൂക്ലിയസ് ഉണ്ടാവുന്നത്. അപ്പോൾ അത് നിങ്ങൾ പോളാർ ന്യൂക്ലിയൈഡ് എടുക്കണം. സോ അങ്ങനെ എടുക്കുമ്പോൾ നിങ്ങൾ പോളാർ ന്യൂക്ലിയൈ എടുത്താലും അതുപോലെ ആൻറ്റിപോഡൽസ് എടുത്താലും അതുപോലെ അവിടെയുള്ള ഏതെടുത്താലും നിങ്ങൾക്ക് അറിയാം അതെന്തായിരിക്കും? ഡിപ്ലോയിഡ് ആയിരിക്കും, ഹാപ്ലോയിഡ് ആയിരിക്കും. സോ ഈ സ്റ്റേറ്റ്മെന്റ് കറക്റ്റാണ്. ദെൻ ഡിപ്ലോയിഡ് സെക്കൻഡറി ന്യൂക്ലിയസ് ഫോം ചെയ്യുന്നത് പോളാർ ന്യൂക്ലിയൈ ഫ്യൂസ് ചെയ്തിട്ടാണ്. അത് ഡിഫറെൻറ്റ് കേസ് ആണ്. ഓക്കെ, അത് തെറ്റിദ്ധരിക്കരുത് നിങ്ങൾ. ദെൻ റീസൺ എന്താണ്? ഇൻ ആൻജിയോസ്പെർം എംബ്രിയോ സാക്ക് ഫോർമേഷൻ ഇസ് പ്രിസീഡഡ് ബൈ മിയോസിസ്. ഇതും ശരിയാണല്ലോ. എംബ്രിയോ സാക്ക് ഫോർമേഷന് മുമ്പ് എന്ത് ചെയ്യുന്നുണ്ട്? മിയോസ് നടക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാം പോളൻ മദർ സെൽ എന്ത് ചെയ്യുന്നുണ്ട്? മെഗാസ്പോർ മദർ സെല്ല് മിയോസ് നടന്നിട്ട് 4 സെല്ലായിട്ട് മാറുന്നുണ്ട്. അതിൽ ഒരു സെല്ലാണ് എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്? എംബ്രിയോ സാക്ക് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ശരിയാണല്ലോ. മോണോസ്പോറിക് ഡെവലപ്മെന്റ് എന്ന് നിങ്ങൾ NCERT-ൽ വായിച്ചിട്ടുണ്ടാവും. സോ അവിടെ മിയോസിസ് വഴിയാണ് എംബ്രിയോ സാക്ക് ഫോം ചെയ്യുന്നത്. അത് ശരിയാണ്. ഓക്കെ, ഇനി ഇതൊരു റീസൺ ആണോ? ഇതൊരു റീസൺ ആണ്. കാരണം റീസൺ ആണെന്ന് പറയാൻ കാരണം എന്താ? കാരണം എംബ്രിയോ സാക്ക് ഹാപ്ലോയിഡ് ആകുന്നത് അവിടെ മിയോസ് നടക്കുന്നത് കൊണ്ടാണ്. നമുക്കറിയാം മിയോസ് എന്ന് പറയുന്നത് എന്താണ്? റിഡക്ഷൻ ഡിവിഷൻ ആണ്. ശരിയാണല്ലോ. സോ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ മെഗാസ്പോർ മദർ സെൽ എടുക്കുകയാണെങ്കിൽ അത് ഡിപ്ലോയിഡാണ്. ഈ ഡിപ്ലോയിഡ് ഹാപ്ലോയിഡായി കണ്ടീഷനായി മാറുന്നത് എന്തുകൊണ്ടാണ്? മിയോസ് കൊണ്ടാണ്. സോ ഇവിടെ ആൻസർ എന്തായിരിക്കും? ഓപ്ഷൻ എ ആയിരിക്കും. 13 ആൻസർ എന്തായിരിക്കും? ഓപ്ഷൻ എ ആയിരിക്കും. ബോത്ത് assertion and reason are true and reason is the correct explanation for what? Assertion. Okay, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ എടുക്കാം. In double fertilization and even unique to angiosperm. Reason, the pollen tube enter the embryo sac where 2 male gametes are discharged. One of the male gametes fuses with the egg cell and the other male gamete fuses with the diploid secondary nucleus. നിങ്ങൾ നോക്കൂ, നിങ്ങളുടെ ആൻസർ എന്തായിരിക്കും? എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യും. ഓക്കെ, ഇനി ഞാൻ എടുക്കാം. നിങ്ങളൊന്ന് പോസ് ചെയ്തിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കിക്കോളൂ. ഓക്കെ, അസേർഷൻ എന്ന് പറയുന്നത് ഡബിൾ ഫെർട്ടിലൈസേഷൻ യുണീക്ക് ആൻജിയോസ്പെർമിൽ കാണുന്ന ഒരു യുണീക്ക് ഈവന്റ് ആണ് ഡബിൾ ഫെർട്ടിലൈസേഷൻ. അബ്സല്യൂട്ട്ലി ട്രൂ ആണല്ലോ. ദെൻ
റീസൺ എന്താ? ഈ കാണുന്ന റീസണും കറക്റ്റാണ്. പോളൻ ട്യൂബിൽ നിന്ന് വരുന്ന പോളൻ ട്യൂബ് എംബ്രിയോ സാക്കിലോട്ട് കിടക്കുമ്പോൾ 2 മെയിൽ ഗ്യാമേറ്റ്സിൽ ഒരു മെയിൽ ഗ്യാമേറ്റ് എന്തായി ഫ്യൂസ് ചെയ്യും? എക്സെല്ലുമായിട്ട് ഫ്യൂസ് ചെയ്യും. എന്നിട്ട് എന്ത് ഫോം ചെയ്യും? സൈഗോട്ട് ഫോം ചെയ്യും. അതർ മെയിൽ ഗ്യാമേറ്റ് എന്തുമായിട്ട് ഫ്യൂസ് ചെയ്യും? ഡിപ്ലോയിഡ് സെക്കൻഡറി ന്യൂക്ലിയസുമായിട്ട് ഫോം ചെയ്യും. എന്നിട്ട് എന്ത് ഫോം ചെയ്യും? പ്രൈമറി എൻഡോസ്പെം ന്യൂക്ലിയസ്, ലേറ്റർ എൻഡോസ്പെം ഫോം ചെയ്യും. ഈ രണ്ടിനെയും, അതായത് സിംഗമി ആൻഡ് ട്രിപ്പിൾ ഫ്യൂഷൻ, ഫസ്റ്റ് പറഞ്ഞ സിംഗമിയാണ്, സെക്കൻഡ് പറഞ്ഞത് എന്താണ്? ട്രിപ്പിൾ ഫ്യൂഷൻ ആണ്. ഈ രണ്ടിനെയും ഒരുമിച്ച് പറയുന്ന പേരാണല്ലോ എന്ത്? ഡബിൾ ഫെർട്ടിലൈസേഷൻ. സോ ഇതുകൊണ്ടാണ്, ഈ കാരണം കൊണ്ടാണ് ആൻജിയോസ്പെർമിൽ എന്ത് കാണുന്നത്? ഡബിൾ ഫെർട്ടിലൈസേഷൻ കാണുന്നത്. ശരിയാണല്ലോ. സോ ആൻസർ എന്തായിരിക്കും ഇവിടെ? ഓപ്ഷൻ എ ആയിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്താൽ മതി, അല്ലെങ്കിൽ എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് ചെയ്താൽ മതി. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 15th വൺ. അസേർഷൻ എന്ന് പറയുന്നത് എന്താ? ദ ഹാപ്ലോയിഡ് പ്ലാന്റ് ബോഡി ഗെമറ്റോഫൈറ്റ് പ്രൊഡ്യൂസസ് ഗെമേറ്റ്സ് ബൈ മൈറ്റോസിസ്. റീസൺ എന്താ? സൈഗോട്ട് divide by mitosis and produces a diploid sporophytic plant body. ആൻസർ എന്തായിരിക്കും? നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കും. ഇത് വളരെ ഈസിയാണ് ആക്ച്വലി, നിങ്ങളൊരു പർട്ടിക്കുലർ വേയിൽ പഠിക്കുകയാണെങ്കിൽ. ഓക്കെ, ഒരു ഡയഗ്രം ഒക്കെ ഉണ്ട്, അതൊക്കെ വെച്ച് പഠിക്കുകയാണെങ്കിൽ ഈസി, വളരെ ഈസിയാണത്. ഓക്കെ, ഇനി അങ്ങനെയല്ല പഠിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ബുദ്ധിമുട്ടും തോന്നാം. അസേർഷൻ എന്താണ്? അസേർഷൻ എന്ന് പറയുന്നത് വളരെ കറക്റ്റാണ്. ഗെമറ്റോഫൈറ്റ്, അവരുടെ ഹാപ്ലോയിഡ് പ്ലാന്റ് ബോഡിയുള്ള ഗെമറ്റോഫൈറ്റ് ഗെമേറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് മൈറ്റോസിസ് വഴിയാണ്. അബ്സല്യൂട്ട്ലി ട്രൂ. Then reason എന്താണ്? Zygote divide by mitosis and produces a diploid sporophytic plant body. അതും ശരിയാണ്. പക്ഷെ ഇവർ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോടാ? ഒരു ബന്ധവുമില്ല. സോ ആൻസർ എന്തായിരിക്കും? ഓപ്ഷൻ ബി ആയിരിക്കും. ഇത് പഠിക്കണമെങ്കിൽ ഏറ്റവും നല്ല വഴി എന്ന് പറയുന്നത് ഇവരുടെ ഡയഗ്രാം പഠിക്കുകയാണ്. അത് മേ ബി ഞാൻ ചിലപ്പോൾ ചെയ്ത് വെച്ചിട്ടുണ്ടാവും, അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും. അല്ലെങ്കിൽ നിങ്ങളൊന്ന് മെസ്സേജ് ചെയ്താൽ മതി എനിക്ക്, അല്ലെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി, ഞാനത് അപ്ലോഡ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ലൈവ് ക്ലാസ് ആണെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി. നിങ്ങൾ കുറച്ച് പേര് റെഡി ആണെങ്കിൽ ലൈവ് ക്ലാസ് എടുക്കാനും ഞാൻ ഇൻട്രസ്റ്റഡ് ആണ്. ഓക്കെ, ഇറ്റ് വിൽ ബി ഇൻട്രസ്റ്റിംഗ്. ഓക്കെ, സോ ഇവിടെ ക്വസ്റ്റ്യൻ 15 ആൻസർ എന്തായിരിക്കും? ഓപ്ഷൻ ബി ആയിരിക്കും. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ എടുക്കാം, 16th ക്വസ്റ്റ്യൻ എടുക്കാം. അസേർഷൻ എന്താണ്? വോൾവോക്സ്, പൈറോഗൈറ ആൻഡ് സം സ്പീഷീസ് ഓഫ് ക്ലമൈഡോമോണാസ് ഹാവ് ഹാപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ. Then reason എന്താണ്? The dominant photosynthetic phase in such plants is the free-living gametophyte and sporophytic generation is represented by only one-celled zygote. അപ്പോൾ ഇവിടെ എന്തായിരിക്കും ആൻസർ? അസേർഷൻ എന്താണ്? അബ്സല്യൂട്ട്ലി ട്രൂ ആണ്. ഈ 3 പേരും എന്ത് കാണിക്കുന്നുണ്ട്? ഹാപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ കാണിക്കുന്നുണ്ട്. റീസൺ എന്താണ്? ഡോമിനന്റ് ഫോട്ടോസിന്തറ്റിക് ഫേസ്. ഇവിടെ കൊടുത്ത റീസണിങ് സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണ്. പക്ഷേ ഓക്കെ, സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണ്. ഇതൊരു എക്സ്പ്ലനേഷൻ ആണോ? നോക്കൂ, ഇവർ ഹാപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ കാണിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. ഇനി റീസൺ എന്താ? ദ ഡോമിനന്റ് ഫോട്ടോസിന്തറ്റിക് ഫേസ് ഇൻ സച്ച് പ്ലാന്റ്സ് ഈസ് എ ഫ്രീ ലിവിംഗ് ഗെമറ്റോഫൈറ്റ് ആൻഡ് സ്പോറോഫൈറ്റിക് ജനറേഷൻ ഈസ് റെപ്രസെന്റഡ് ബൈ ഓൺലി ബൈ ദി വൺ സെൽഡ് സൈഗോട്ട്. അതും ട്രൂ ആണ്. സോ ഇവിടെ ആൻസർ എന്തായിരിക്കും? ഈ ആയിരിക്കും. ഈ 3 പേരും ഹാപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ കാണിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് കാണിക്കുന്നതെന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കാരണം അവരുടെ ഡോമിനന്റ് ഫേസ് എന്താണ്? ഫോട്ടോസിന്തറ്റിക് ഫ്രീ ലിവിംഗ് ഗാമറ്റോഫൈറ്റ്. അതുപോലെ സ്പോറോഫൈറ്റിക് ജനറേഷൻ ഇവിടെ ജസ്റ്റ് എന്താണ്? വൺ സെൽഡ് സൈഗോട്ട് ആണ്. ഓക്കെ, സോ ഇവിടെ ആൻസർ എന്തായിരിക്കും? ഓപ്ഷൻ എ ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ എടുക്കാം. അസേർഷൻ എന്ന് പറയുന്നത് എന്താ? ബ്രയോഫൈറ്റ്സ് ആൻഡ് ടെറിഡോഫൈറ്റ്സ് ഹാവ് ഹാപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ. കറക്റ്റ് ആണ്. റീസൺ എന്താ? എ ഡോമിനന്റ് ഇൻഡിപെൻഡന്റ് ഫോട്ടോസിന്തറ്റിക് താലോയിഡ് ഓർ ഇറക്ട് ഫേസ് ഇസ് റെപ്രസെന്റഡ് ബൈ എ ഹാപ്ലോയിഡ് ഗാമറ്റോഫൈറ്റ് ആൻഡ് ഇറ്റ് അൾട്ടർനേറ്റ് വിത്ത് ഷോർട്ട്-lived multicellular sporophyte. വളരെ ഈസി, ഐ മീൻ വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഇവിടെ അസേർഷൻ ട്രൂ ആണ്. റീസൺ എന്താ? റീസണും ട്രൂ ആണ്. പക്ഷെ ഇതിനുള്ളൊരു എക്സ്പ്ലനേഷൻ ആണോ? അല്ല. കാരണം എന്ന് വെച്ചാൽ ഈ സ്റ്റേറ്റ്മെന്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ബ്രയോഫൈറ്റ്സിനെ കുറിച്ചാണ്. നിങ്ങൾക്കറിയാം ടെറിഡോഫൈറ്റ്സിൽ എന്താണ്? അവിടെ ഡോമിനന്റ് ഫേസ് എന്ന് പറയുന്നത് സ്പോറോഫൈറ്റാ, അല്ലാതെ എന്തല്ല? ഗെമറ്റോഫൈറ്റ് അല്ല. സോ ഇത് നമുക്കൊരു കോമൺ എക്സ്പ്ലനേഷൻ ആയിട്ട് യൂസ് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ആൻസർ എന്തായിരിക്കും? ഓപ്ഷൻ എ ആയിരിക്കും. ഓപ്ഷൻ ബി ആയിരിക്കും. ഓക്കെ, ഇനി അടുത്ത് അസേർഷൻ എന്ന് പറയുന്നത് എന്താ? ഈവൻ പ്രിക്കേഴ്സർ ടു സീഡ് ഹാബിറ്റ് ഈസ് സീൻ ഇൻ സം മെമ്പേഴ്സ് ഓഫ് ദി ടെറിഡോഫൈറ്റ്സ്. ട്രൂ. The development of zygote into young embryo takes place within the female gametophyte. അതും ട്രൂ ആണ്. സോ ഇതെന്താണ്? കറക്റ്റ് എക്സ്പ്ലനേഷൻ കൂടിയാണ്. സോ ആൻസർ എന്തായിരിക്കും? ഓപ്ഷൻ എ ആയിരിക്കും. കാരണം ഇത് എവിടെ നടക്കുന്നത്? ഹെട്രോസ്പോറി ഉണ്ടാകുമ്പോഴാണ് ഇത് നടക്കുന്നത്. സോ അതുകൊണ്ട് തന്നെയാണ് ഇത് കറക്റ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സോ ആൻസർ വിൽ ബി ഓപ്ഷൻ എ. ഓക്കെ, സോ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്താൽ മതി. അതുപോലെ നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്യുക.
എല്ലാവരും എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക. ആൻഡ് ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.